ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 5th ചാപ്റ്ററായ ഗീത സുഗീത കർത്തവ്യ എന്ന ചാപ്റ്ററിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളാണ്. നമുക്ക് നോക്കിയാലോ. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണ അധിഗച്ഛതി. പദച്ഛേദം നോക്കാം. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണ അധിഗച്ഛതി. അന്വയം നോക്കാം. സംയതേന്ദ്രിയഃ തത്പരഃ ശ്രദ്ധാവാൻ മനുഷ്യഃ ജ്ഞാനം ലഭത്തെ. ഇന്ദ്രിയങ്ങളെ അടക്കി വാഴാൻ റെഡിയായ ശ്രദ്ധയുള്ള മനുഷ്യൻ അറിവിനെ പ്രാപിക്കുന്നു, അറിവ് നേടുന്നു. തഥാ അതുപോലെ ജ്ഞാനം ലബ്ധ്വാ സഹ ജ്ഞാനം ലഭിച്ചതിനു ശേഷം അവൻ അചിരേണ വൈകാതെ തന്നെ പരാം ശാന്തിം അധിഗച്ഛതി പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു. ആട്ടെ, ഇതുകൊണ്ടെന്താ അർത്ഥമാക്കണേ? നമുക്ക് ഭാവാർത്ഥം ഒന്ന് നോക്കാം. യഹ ശ്രദ്ധാലുഃ മനുഷ്യഃ ദിവ്യജ്ഞാനം പ്രാപ്തും നിരന്തരം പ്രയാസം കരോതി. ഏത് ശ്രദ്ധാലുവായ മനുഷ്യനാണോ ദിവ്യജ്ഞാനം, അതായത് അറിവ് പ്രാപ്തമാക്കാൻ നിരന്തരം പ്രയത്നിക്കുക. തഥൈവ അതുപോലെ യഹ മനുഷ്യഃ ഇന്ദ്രിയാണി സ്വവശേ കൃത്വാൻ. ഏത് മനുഷ്യനാണോ ഇന്ദ്രിയങ്ങളെ സ്വന്തം കൺട്രോളിലാക്കുക. സഹ മനുഷ്യഃ ആ മനുഷ്യൻ ദിവ്യജ്ഞാനം പ്രാപ്സ്യതി ദിവ്യജ്ഞാനം, അതായത് അറിവ് നേടുന്നു. താദൃശം ദിവ്യം ജ്ഞാനം പ്രാപ്യ സഹ പുരുഷഃ അത്തരത്തിൽ അറിവ് പ്രാപ്തമാക്കിയ ആ മനുഷ്യൻ ജീവിതത്തിൽ ആനന്ദം പ്രാപ്നോതി അനന്തമായ ആനന്ദം നേടുന്നു, പ്രാപ്തമാക്കുന്നു. അടുത്ത നോക്കാം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രഃ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖഃ ശമി. പദച്ഛേദം നോക്കാം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രഃ കരുണഃ ഏവ ച നിർമ്മമഃ നിരഹങ്കാരഃ സമദുഃഖ സുഖഃ ശമി. അന്വയം നോക്കാം. യ സർവഭൂതാനാം അദ്വേഷ്ട മൈത്രഃ ച കരുണഃ ഏവ. ആര് തന്നെയാണോ എല്ലാ ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തത്, സൗഹൃദമുള്ളത്, കരുണയുമുള്ളത്, നിർമ്മമഃ നിരഹങ്കാരഃ എൻ്റേത് എന്ന അഹങ്കാരമില്ലാത്തത്, സമ ദുഃഖ സുഖഃ ദുഃഖത്തിലും സുഖത്തിലും ഒരുപോലെയുള്ളത്, ക്ഷമി അസ്തി ക്ഷമയും ഉള്ളത്, സഹ ഏവ അവൻ തന്നെയാണ് മമ പ്രിയഃ ഭവതി എൻ്റെ പ്രിയനാവുക, അതായത് എനിക്കേറെ പ്രിയപ്പെട്ടവനാവുക. ആട്ടെ, ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കണേ? നമുക്ക് ഭാവാർത്ഥം ഒന്ന് നോക്കാം. ഹേ അർജുന യഹ കസ്യാമപി പരിസ്ഥിതൗ വിചലിതഃ ന ഭവതി. ആരാണോ ഏതൊരു സിറ്റുവേഷൻ ഉണ്ടായാലും ഡിസ്റ്റർബ് ആകാതിരിക്കുക. യഹ ഈർഷ്യാരഹിതഃ സമസ്ത പ്രാണീനാം കൃതേ മിത്രഭാവയുതഃ ദയാലുഃ ച ഭവതി. ആർക്കാണോ ജലസിയില്ലാത്തത്, എല്ലാ ജീവജാലങ്ങളോടും സൗഹൃദം എന്ന ഭാവവും അതേപോലെ ദയാലുവുമായിട്ടുള്ളത്. യഹ മമത്വരഹിതഃ അഹങ്കാരവിഹീനഃ സുഖദുഃഖേഷു സമഭാവയുതഃ. ആർക്കാണോ മമതയില്ലാത്തത്, അഹങ്കാരമില്ലാത്തത്, സുഖത്തിലും ദുഃഖത്തിലും ഒരേ ഭാവമുള്ളത്. ക്ഷമാശീലഃ ച ഭവതി ക്ഷമയെന്ന സ്വഭാവമുള്ളത്. താദൃശഃ പുരുഷഃ അങ്ങനത്തെ മനുഷ്യൻ ഭഗവതഃ ഭഗവാന് അത്യന്തം പ്രിയഃ ഭക്തഃ ഭവതി ഏറെ പ്രിയപ്പെട്ട ഭക്തനാണ്. അടുത്ത നോക്കാം. സന്തുഷ്ടഃ സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോബുദ്ധിർയോ മദ്ഭക്തഃ സാ മേ പ്രിയഃ. പദച്ഛേദം നോക്കാം. സന്തുഷ്ടഃ സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയി അർപ്പിതമനോബുദ്ധിഃ യഃ മദ്ഭക്തഃ സഹ
मे प्रियः. अन्वय നോക്കാം. यः योगी सततं सन्तुष्टः यतात्मा दृढनिश्चयः मयि च अर्पितमनोबुद्धिः भवति सः മദ്ഭക്തഃ മേ പ്രിയഃ ഭവതി. ഏത് യോഗിയാണോ എപ്പോഴും ഹാപ്പി ആയിട്ട്, അതുപോലെ സെൽഫ് കൺട്രോൾഡ് ആയിട്ട്, ഡിറ്റർമൈൻഡ് ആയിട്ട്, മയി ച അർപ്പിത മനോബുദ്ധിഃ ഭവതി, എന്നിൽ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അർപ്പിച്ചത്, സഹ അവൻ മദ്ഭക്തഃ എൻ്റെ ഭക്തൻ, മേ പ്രിയഃ ഭവതി എൻ്റെ പ്രിയനാകുന്നു. ആട്ടെ, ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കണേ? നമുക്ക് ഭാവാർത്ഥം ഒന്ന് നോക്കാം. ഹേ പാർത്ഥ, ഹേ അർജുന, യഹ നിരന്തരം സന്തുഷ്ടഃ ഭവതി, ആരാണോ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അർത്ഥാത് കസ്യാപി വസ്തുനഃ അഭാവാത്, അതായത് യാതൊരു വസ്തുവിൻ്റെയും അഭാവത്താൽ, കഥാപി ഒരിക്കലും, അസന്തുഷ്ടഃ ന ഭവതി ഒരു തൃപ്തിയില്ലായ്മ ഇല്ലാണ്ടിരിക്കുക, യഹ മനഃ ഇന്ദ്രിയാണി ച വിജിത്വാ സംയമീ ഭവതി, ആരാണോ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ജയിച്ചിട്ട് അവയെ നിയന്ത്രിക്കുക, യഹ സ്വബുദ്ധ്യാ പരമേശ്വരസ്യ സ്വരൂപം സ്ഥിരീകരോതി, ആരാണോ സ്വന്തം ബുദ്ധി കൊണ്ട് പരമേശ്വരൻ്റെ സ്വരൂപത്തെ സ്ഥിരീകരോതി, അതായത് സ്ഥിരീകരിക്കുക. ഇവിടെ പറയുന്ന വേറെ ഒന്നുമല്ല, ആരാണോ സ്വന്തം ബുദ്ധി കൊണ്ട് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക, യശ്ച മനഃ ബുദ്ധിം ച ഈശ്വരെ സമർപ്പയതി, ആരാണോ മനസ്സും ബുദ്ധിയും ഈശ്വരനിൽ സമർപ്പിക്കുന്നത്, ഭഗവാനിൽ സമർപ്പിക്കുന്നത്, സഹ മനുഷ്യഃ ആ മനുഷ്യൻ, മമ അതീവ പ്രിയതമഃ ഭക്തഃ ഭവതി എൻ്റെ ഏറെ പ്രിയപ്പെട്ട ഭക്തനാകുന്നു. ുള്ള മനുഷ്യൻ എനിക്കേറെ പ്രിയപ്പെട്ട ഭക്തനാണ്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. യസ്മാന്നോ ദ്വിജതേ ലോകഃ ലോകാന്നോ ദ്വിജതേ ച യഃ ഹർഷാമർഷഭയോദ്യോഗൈ മുക്തോ യഃ സ ച മേ പ്രിയഃ. പദച്ഛേദം നോക്കാം. യസ്മാത് ന ഉദ്വിജതേ ലോകഃ ലോകാത് ന ഉദ്വിജതേ ച യഃ ഹർഷ അമർഷ ഭയ ഉദ്യോഗൈ മുക്തഃ യഃ സഹ ച മേ പ്രിയഃ. നമുക്കിനി അൻവയൊന്ന് നോക്കാം. യസ്മാത് ലോകഃ ന ഉദ്വിജതേ, ആരാലാണോ ലോകം അസ്വസ്ഥമാകാത്തത്, യഃ ച ലോകാത് ന ഉദ്വിജതേ, ആരാണോ ലോകത്താൽ അസ്വസ്ഥമാകാത്തത്, യഃ ച ഇതുകൂടാതെ ആരാണോ ഹർഷ അമർഷ ഭയ ഉദ്ഭൈഹി മുക്തഃ, ആരാണോ സന്തോഷം, ദേഷ്യം, ഭയം, ആൻസൈറ്റി എന്നിവയിൽ നിന്ന് മുക്തമായിട്ടുള്ളത്, സഹ മേ പ്രിയഃ ഭവതി അവൻ എൻ്റെ പ്രിയനാകുന്നു. ആട്ടെ, ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കണേ? നമുക്ക് ഭാവാർത്ഥം ഒന്ന് നോക്കാം. ഹേ അർജുൻ, അതായത് ശ്രീകൃഷ്ണൻ അർജുനോട് പറയാണ്, ഹേ അർജുന, യസ്മാത് മനുഷ്യാത് കോപി മനുഷ്യഃ പ്രാണി വ ഉദ്വിഗ്നഃ ന ഭവതി, ആരാലാണോ, അതായത് ഏത് മനുഷ്യനാലാണോ വേറൊരു മനുഷ്യനോ പ്രാണിക്കോ ബുദ്ധിമുട്ടുണ്ടാവാത്തത്, യശ്ച മനുഷ്യഃ അന്യസ്മാത് ജനാത് പ്രാണിനഃ വ ഉദ്വിഗ്നഃ ന ഭവതി, അതായത് ഏത് മനുഷ്യനാണോ മറ്റുള്ള ജനങ്ങളാലും പ്രാണികളാലും ബുദ്ധിമുട്ടാത്തത്, യശ്ച ഹർഷേണ ഈർഷ്യ ഭീത്യ ചിന്തയാ ച രഹിതഃ ഭവതി, ആരാണോ സന്തോഷത്താലും ജലസിയാലും ഭയത്താലും ചിന്തയാലും മുക്തരായിട്ടുള്ളത്, സഹ മമ അതീവ പ്രിയഃ ഭക്തഃ ഭവതി അവൻ എൻ്റെ ഏറെ പ്രിയപ്പെട്ട ഭക്തനാകുന്നു. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ച യത് സ്വാധ്യായ അഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യത്തെ. പദച്ഛേദം നോക്കാം. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ച യത് സ്വാധ്യായ അഭ്യസനം ച ഏവ വാങ്മയം തപഃ ഉച്യത്തെ. അന്വയൊന്ന് നോക്കാം. യത് വാക്യം അനുദ്വേഗകരം, ഏത് സംസാരമാണോ അസ്വസ്ഥത ഉണ്ടാക്കാത്തത്, സത്യം പ്രിയഹിതം ച
സത്യവും പ്രിയവുമായിട്ടുള്ളത്. തഥാ അങ്ങനെ സ്വാധ്യായ അഭ്യസനം ച ഏവ സ്വന്തമായി അധ്യയനം ചെയ്യുകയും അഭ്യസിക്കുകയും ചെയ്യുകയും തന്നെയാണ് വാങ്മയം തപഹുച്യത്തെ വാക്കുകൊണ്ടുള്ള തപസ് എന്ന് പറയപ്പെടുന്നത്. നമുക്ക് ഭാവാർത്ഥം നോക്കാം. യത് അനുദ്വേഗകരം ഭക്ഷണം ഉദ്വേഗം ന ജനയേത് സത്യം പ്രിയകരം ഹിതകരം ച ഭാഷണം സ്യാത് തത് വാങ്മയം തപഃ ഇതി കഥ്യത്തെ. ഏത് സംസാരമാണോ മനോവിഷമം ഉണ്ടാക്കാത്തത്, അസ്വസ്ഥത ഉണ്ടാക്കാത്തത്, സത്യമായത്, പ്രിയമായത്, അതായത് കേൾക്കാൻ സന്തോഷമുള്ളത്, നന്മ ചെയ്യുന്നത്, അതിനെയാണ് വാക്കുകൊണ്ടുള്ള തപസ് എന്ന് വിളിക്കുന്നത്. ശാസ്ത്രാദീനാം സ്വാധ്യായ ശാസ്ത്രങ്ങളുടെയും മറ്റും സ്വയം പഠനവും തേഷാം അഭ്യാസഃ ച അവയുടെ പരിശീലനവും വാചികം തപഃ കഥ്യത്തെ വാക്കുകൊണ്ടുള്ള തപസ് എന്ന് പറയപ്പെടുന്നു. തഥാ അങ്ങനെ സ്വാധ്യായ അഭ്യാസശ്ചാപി യഥാവിധി വാങ്മയം തപഃ ഇതി ഉച്യത്തെ. അതുപോലെ തന്നെ ശാസ്ത്രവിധി പ്രകാരമുള്ള സ്വയം പഠനവും അതിൻ്റെ പരിശീലനത്തെയും വാക്കുകൊണ്ടുള്ള തപസ് എന്ന് പറയപ്പെടുന്നു. അതഃ അതുകൊണ്ട് വിദ്യാർത്ഥിഭിः വിദ്യാർത്ഥികളും സ്മരണീയം യത് ഓർമ്മിക്കേണ്ടതുണ്ട്. യത് അതായത് എന്താണ് ഓർമ്മിക്കേണ്ടത്? പ്രിയവാക്യ പ്രധാനേന സർവേ തുഷ്യന്തി ജന്തവഃ തസ്മാത് തദേവ വക്തവ്യം വചനേന ദരിദ്രത. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.